بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെയും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചക സഹാബാക്കളിൽ ചിലർ പ്രവാചക കാലത്ത് ഇടയ്ക്കിടെ സ്വപ്നം കാണുകയും അവർ കണ്ടിരുന്ന സ്വപ്നം പ്രവാചകൻ്റെ അടുത്ത് വന്ന് വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് മാഷാ അല്ലാഹ് അവരെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു അത്. വിവാഹം കഴിക്കുന്നതുവരെ ഞാൻ റസൂലിൻ്റെ പള്ളിയിലായിരുന്നു അന്തിയുറങ്ങിയിരുന്നത്. ഞാൻ ഒരിക്കൽ എന്നോട് തന്നെ പറഞ്ഞു, ലൗകാന ഫീക ഖൈറൻ ലറഅയ്ത മിസ്ല മാ യറാ ഹൗല. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ ഇങ്ങനെ ആത്മഗതം ചെയ്തുകൊണ്ട് പറയുകയാണ്, നിൻ്റെ അടുത്ത് എന്തെങ്കിലും നന്മയുണ്ട് എങ്കിൽ ഈ പ്രവാചക സുഹൃത്തുക്കളൊക്കെ കാണുന്നത് പോലെയുള്ള ചില സ്വപ്നങ്ങൾ നീ കാണുകയും എന്നിട്ട് തിരുദൂതരുടെ അടുക്കൽ വന്ന് അത് വിശദീകരിക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ടാവും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടരുന്നു, അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന വേളയിൽ അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ കുന്ത തഹുമ്മു ഫിയ്യ ഖൈറൻ ഫഅരിനി റുയായ. അള്ളാഹു എൻ്റെ അടുത്ത് വല്ല നന്മയുമുണ്ടെങ്കിൽ നീ എനിക്ക് സ്വപ്നം കാണിച്ചു തരണമേ. ഏതെങ്കിലും നന്മ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ എനിക്ക് സ്വപ്നം കാണിച്ചു തന്നാലും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങി. ഉറക്കത്തിൽ 2 മലക്കുകൾ എൻ്റെ അടുത്ത് വന്നു. അവരുടെ 2 പേരുടെയും കയ്യിൽ ഇരുമ്പിൻ്റെ വലിയ ചുറ്റിക അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരെന്നെ പിടിച്ച് ബലമായി നരകത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നരകം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹന്നം. അല്ലാഹുവേ, ഞാൻ നരകത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, നീ എന്നെ കാക്കണമേ. അങ്ങനെ അവർ ആ നരകത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഹദീസിൽ നരകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ സുദീർഘമായി ആ ഹദീസിൻ്റെ വിവരണത്തിൽ നമുക്ക് കാണാം. പിന്നീട് നേരം പുലർന്നതിന് ശേഷം ഞാൻ എൻ്റെ സഹോദരിയും പ്രിയപ്പെട്ട പ്രവാചകൻ്റെ പത്നിയുമായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് എൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം ഞാൻ അവരെ ധരിപ്പിച്ചു. ഞാൻ കണ്ട ഭീകരമായ ഭീതിപ്പെടുത്തുന്ന സ്വപ്നം അവർ കേട്ടു നിന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹ അക്കാര്യം നേരെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. സ്വപ്ന വിവരണം കേട്ട ഉടനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രതിവചിച്ചു, നിഅ്മർ റജുലു അബ്ദുല്ലാ ലൗ കാന യുസല്ലി മിനൽ ലൈൽ. രാത്രിയിൽ നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് കൂടി നമസ്കരിച്ചിരുന്നുവെങ്കിൽ അബ്ദുള്ള സൂപ്പറാണ്
എത്ര നല്ല മനുഷ്യനായിത്തീരും അബ്ദുള്ള എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഈ വിവരമറിഞ്ഞ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും രാത്രി നമസ്കാരം ഞാൻ ഒഴിവാക്കിയിട്ടേയില്ല, ഞാനതിൽ ഉപേക്ഷ വരുത്തിയിട്ടേയില്ല എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തന്നെ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ആ ഹദീസിലെ വിവരണം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇസ്ലാമിലെ അതിമഹത്തായ പ്രവർത്തനങ്ങളിലൊന്നാണ് ഉപദേശിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ഗുണകാംക്ഷയോടുകൂടി അവരിൽ നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന വാക്കുകൾക്കാണ് അറബിയിൽ നസീഹത്ത് അഥവാ ഗുണകാംക്ഷ, ഉപദേശം എന്ന് പറയുന്നത്. നസീഹത്തുകൾക്ക് മുമ്പിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. അൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യു അനിൽ മുൻകർ. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതിൻ്റെ മാനദണ്ഡമായി, ഈ ഉമ്മത്തിൻ്റെ മൂല്യമായി ഖുർആൻ പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ, ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തതാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടുന്ന ഉമ്മത്താണ്. യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാനം തന്നെ നിലകൊള്ളുന്നത് നസീഹത്ത് അഥവാ ഗുണകാംക്ഷിക്കുക എന്ന തത്വത്തിൻ്റെ പുറത്താണ്. എന്താണ് നസീഹത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകന്മാർ നിർവഹിച്ച സുന്ദരമായ അതിമഹത്തരമായ ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു നസീഹത്ത് എന്ന് കാണാൻ കഴിയും. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ സമൂഹത്തെ ഉപദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. വഅന ലക്കും നാസിഹുൻ അമീൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഗുണകാംക്ഷിയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ഉപദേശിയാണ് ഞാൻ എന്ന് മഹാനായ ഹൂദ് അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഖൗമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ത് എന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് തൻ്റെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും പിന്നാലെ നടന്ന് സുദീർഘമായ കാലഘട്ടം അദ്ദേഹം നസീഹത്ത് എന്ന മഹാദൗത്യമായിരുന്നു അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വ അൻസഹു ലക്കും. എത്രയോ മനുഷ്യരോടാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഉപദേശം അദ്ദേഹം കൈമാറിയത്. ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയോടുകൂടിയാണ് സംസാരിക്കുന്നത് എന്ന് എത്ര വട്ടമാണ് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തെ നിരന്തരമായി ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ പ്രവാചകന്മാരൊക്കെ തന്നെയും ഉപദേശികളായിരുന്നു, സമൂഹത്തിൽ ഗുണകാംക്ഷ വെച്ച് പുലർത്തിയിരുന്നവരായിരുന്നു എന്ന് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും പല ആളുകളെയും പല വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് ഗുണകാംക്ഷകൾ, ഉപദേശങ്ങൾ കാരണമായിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വരുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഫിറഔൻ എന്ന ധിക്കാരിയും അഹങ്കാരിയുമായ ഒരു ഭരണാധികാരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഒരു മനുഷ്യനാണ്. യാ മൂസ ഇന്നൽ മലഅ തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. മൂസ, അവർ താങ്കളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിന് വേണ്ട ഗൂഢാലോചനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നി ലക മിനൻ നാസിഹീൻ, ഞാൻ താങ്കൾക്ക് ഗുണം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിവരം താങ്കളോട് അറിയിക്കുന്നത് എന്ന് പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്ന് മൂസാ നബി അലൈഹി സ്വലാമയോട് ഗുണം കാക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിലേക്ക് അദ്ദേഹം പോകുന്നത്. ഉപദേശത്തിന്, പരസ്പരമുള്ള ഗുണകാംക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പരിശോധിക്കണമെങ്കിൽ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിൽ നടത്തിയ നിലയ്ക്കാത്ത ധാർമ്മികതയിലൊന്നിയ, വിശ്വാസത്തിലൊന്നിയ ഗുണകാംക്ഷയുടെ വർത്തമാനങ്ങൾ മാത്രം ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഒരു മനുഷ്യൻ
ജീവിതത്തിൽ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നത് എല്ലാ സന്ദർഭത്തിലും ഒരു ഉപദേശ കമ്മിറ്റിയായി മാറുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗുണകരമായ കാര്യവുമല്ല എന്നുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ചില മനുഷ്യരുണ്ട്, ആരെ കണ്ടാലും ഇങ്ങനെ നിരന്തരമായി അവർക്കുള്ള വഅദുകൾ, നസീഹത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കും, ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഉപദേശത്തിന് വേണ്ടി ഇത്തരം മനുഷ്യർ ഉപദേശത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് തോന്നുമാത്രയിൽ അങ്ങനെ നിരന്തരമായ ഉപദേശങ്ങളും സൈൻ ബോർഡുകളും കൊണ്ട് ആളുകളെ വീർപ്പ് മുട്ടിക്കുന്ന ആളുകൾ. മുതിർന്ന ആളുകൾ, പുതിയ കാലത്തെ ഒരു പ്രവണത, മുതിർന്ന ആളുകൾ ചെറിയ കുട്ടികളെ കണ്ടാൽ നിരന്തരമായി ഉപദേശങ്ങൾ തൊടുത്തുകൊണ്ടേയിരിക്കും. പുരുഷന്മാർ സ്ത്രീകളെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഉസ്താദുമാർ, അധ്യാപകർ കുട്ടികളെ അവരുടെ സിലബസിനും അപ്പുറത്ത് വലിയ ഉപദേശ കമ്മിറ്റികളായി അവർ പരിവർത്തിക്കപ്പെടാറുണ്ട്. പലപ്പോഴും സമൂഹത്തിലെ ചില വിഭാഗങ്ങളുടെ കുത്തകയായി ഉപദേശങ്ങൾ മാറിപ്പോകുന്നുണ്ടോ എന്ന തരത്തിൽ ഉപദേശങ്ങളുടെ ധാരാളിത്തം കൊണ്ട് ആളുകൾ പലപ്പോഴും വഴിതിരിഞ്ഞും പോയിട്ടുണ്ട്. അത്തരം ആളുകൾ ഉപദേശിക്കാതിരിക്കുക എന്നത് തന്നെ എന്തോ വലിയ പോരായ്മയായി അവർ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ഉപദേശങ്ങളുടെ വർധനവ് സമൂഹത്തിൽ അത്രയധികം കൂടിയിട്ടുണ്ട്. യൂട്യൂബ് ഒന്ന് പരിശോധിച്ചാൽ ഉപദേശക്കാരുടെ വലിയൊരു സംഭവം, ഒരു സമ്മേളനം തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് വ്ളോഗർമാരെ കൊണ്ട്, അതിൽ പണ്ഡിത സമൂഹമാണെങ്കിലും ശരി, അതിൽ ഒരിടത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അതിന് നൽകുന്ന നിർദ്ദേശങ്ങൾ പോലും ഷാബാനാകുമ്പോൾ ഉപദേശങ്ങളുടെ ഒരു വലിയ ബഹളമയം, റമളാനാകുമ്പോൾ ഉപദേശങ്ങളുടെ വലിയൊരു ബഹളമയം സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഉപദേശിച്ച് ഒരു സമുദായത്തെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ പലപ്പോഴും സാധാരണഗതിയിൽ ഉപദേശങ്ങൾക്ക് വിധേയമാവാറുള്ളത് നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന പാവങ്ങളായ സ്ത്രീകളാണ്. പെൺകുട്ടികൾ വീട്ടിൽ വളർന്നു വരുന്ന സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ കുടുംബത്തിലെ കാരണവന്മാർ അവരെ കാണുന്ന സന്ദർഭത്തിൽ മക്കളോട് നൽകുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പ്രഥമമായ ഉപദേശം, നീ മറ്റൊരു വീട്ടിൽ പോയി താമസിക്കേണ്ടവളാണ്, ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല എന്ന അർത്ഥത്തിൽ, വളരെ നെഗറ്റീവായ അർത്ഥത്തിൽ പലപ്പോഴും ഉപദേശങ്ങൾ തൊടുത്തുവിടുന്ന ആളുകളുണ്ട്. ധാരാളമായി ഒരാൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്നതും ഒരാൾ അത് നിർത്തിക്കളയേണ്ടുന്ന ഒരു ഇടപാടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ കാണാം. ഷഖീഖ് ഇബ്നു സലമ പ്രമുഖനായ താബിഈയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കാന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു യുദക്കിറുനാ ഫി കുല്ലി ഖമീസ്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന വിശ്രുതനായ സഹാബിയുടെ ഉപദേശം എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തോട് ആ ഉപദേശം കേൾക്കുന്ന ഗുണകാംക്ഷിയായ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ലവദിത്തു അന്നക ദക്കർതന കുല്ലയും. ഈ വ്യാഴാഴ്ചത്തെ നസീഹത്ത് മാറ്റി എല്ലാ ദിവസവും താങ്കൾ ഞങ്ങൾ ഉപദേശിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങൾ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത്, അമാ ഇന്നഹു യംനഉനി മിൻ ദാലിക അന്നി അക്റഹു അൻ ഉമില്ലക്കും. ഞാൻ നിങ്ങളെ വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഉപദേശം എല്ലാ ദിവസവും ആക്കാതെ ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ചയാക്കുന്നത് എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. വ ഇന്നി അതഖവ്വലുക്കും ബിൽ മൗഇള. അതുകൊണ്ട് വളരെ അപൂർവമായി മാത്രം ആളുകളോട് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകലാണ് പ്രവാചകചര്യ എന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി ഷഖീഖ് ഇബ്നു സലമ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചേർത്ത് പറഞ്ഞത്, കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഖവ്വലുനാ ബിഹാ മഖാഫത അസ്സആമതി അലൈനാ. ഒരുപക്ഷെ വലിയ പ്രവാചക ദൗത്യവുമായി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും അവിടുന്ന് എപ്പോഴും ഉപദേശിച്ചു കൊണ്ടേയിരിക്കാം എന്ന നിലപാടായിരുന്നില്ല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. എന്തുകൊണ്ട്? മഖാഫത സആമത്തി അലൈന, ആളുകൾ മടുത്തു പോകും എന്ന്
ഭയന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപൂർവമായിട്ടേ അത്തരം ചടങ്ങുകൾക്ക് നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് റസൂലിനേക്കാൾ വലിയ ഉപദേശിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മിൽ പല ആളുകളും, കുടുംബത്തിലെ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ആളുകൾ, അവർ പലപ്പോഴും പ്രവാചകനേക്കാൾ വലിയ ഉപദേശികളായി തീരുന്നുണ്ടോ എന്ന അർത്ഥതലങ്ങളിലേക്ക് ഉപദേശങ്ങൾ അത് പരിണമിക്കാറുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് മിനത്ത് തൻഫീരി ഫിദ്ദീൻ കസ്റത്തുൻ നുസഹ്, നിരന്തരമായി ഉപദേശിക്കുക എന്ന് പറയുന്നത് ആളുകൾ ദീൻ വെറുക്കുന്നതിന് കാരണമായി തീരും എന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം പല ആളുകളും എക്സ് മുസ്ലിമീങ്ങൾ എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പ്രബോധന ദൗത്യത്തിന് വിഘാതവും തടസ്സവുമായി മതവെറിയും വർഗീയതയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എക്സ് മുസ്ലിമീങ്ങൾ, അവർ അവരുടെ ദീൻ വെറുക്കുന്നതിൻ്റെ, ദീനിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇത്തരം ഉപദേശ കമ്മിറ്റിക്കാരുടെ അന്യായമായ ഇടപെടലുകളായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നത് കാണാം. ചില ആളുകൾ വുളു എടുക്കുന്ന സന്ദർഭത്തിൽ, ആളുകൾക്ക് നന്നായി വുളു എടുക്കാൻ അറിയാത്ത സന്ദർഭത്തിൽ, മറ്റേയാളേക്കാൾ നന്നായി വുളു ചെയ്യുന്നവനാണ് ഞാനെന്ന ധാരണയിൽ വുളു ചെയ്യുന്ന ആളുകളെ പരസ്യമായി വുളുവിൻ്റെ ഇടയിൽ തിരുത്തുന്ന ആളുകളുണ്ട്. അതോടുകൂടി ഒരുപക്ഷെ വുളുവും നമസ്കാരവും നിർത്തും. അങ്ങനെ നമസ്കാരം തന്നെ ഉപേക്ഷിച്ച് അത്തരം ഇബാദത്തുകളോട് വിമുഖത കാണിച്ചുകൊണ്ട് വലിയ ഉപദേശങ്ങളുടെ, ആ ഉപദേശങ്ങളുണ്ടാക്കിയ സ്വാധീനത്തിൻ്റെ പേരിൽ ദീനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ ഈ വിഷയത്തിലൊന്ന് പരിശോധിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശങ്ങൾ വാരിക്കോരി കൊടുക്കുകയായിരുന്നില്ല ചെയ്തത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ പ്രചോദിപ്പിക്കുകയായിരുന്നു, അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് അവിടുന്ന് ഹദീസുകൾ, ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം എല്ലാവരും പ്രവാചകൻ്റെ അടുക്കൽ വന്ന് സ്വപ്നം പറയുന്നത് കണ്ട് എനിക്കും സ്വപ്നം പറഞ്ഞു കളയാം, പക്ഷെ പാതിരാത്രിയിൽ അദ്ദേഹം കണ്ട സ്വപ്നം നരകത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത് എന്നിട്ട് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് നിഅമർ റജുലു അബ്ദുള്ള ലൗ കാന യുസല്ലി മിനൽ ലൈൽ, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രിയിൽ തഹജ്ജുദ് കൂടി നമസ്കരിച്ചിരുന്നെങ്കിൽ എന്ന ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനമുണ്ടാക്കുകയും ഞാൻ എൻ്റെ ജീവിതത്തിൽ തഹജ്ജുദിനോട് വിമുഖത കാണിക്കാത്ത ആളായി മാറുകയും ചെയ്തു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ ഇടപെടലിൻ്റെ, പ്രവാചകൻ്റെ പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം പൂർണ്ണമായി നമസ്കാരം പോലും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. നമസ്കാരം പൂർണ്ണമായി പഠിക്കാത്ത ഒരു മനുഷ്യൻ പുതിയതായി പള്ളിയിലേക്ക് വരുമ്പോഴുള്ള ആകുലതകളും അദ്ദേഹത്തിൻ്റെ സന്ദേഹവും എന്തായിരിക്കുമെന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാവുന്നതേ ഉള്ളൂ. സഹാബാക്കളുടെ കൂടെ മുആവിയത്ത് ഇബ്നു ഹക്കം റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ വലിയ ശബ്ദത്തിൽ തുമ്മിയപ്പോൾ മുആവിയത്ത് ഇബ്നുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹു യർഹമുക്കല്ലാഹ്, അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് നമസ്കാരത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നമസ്കാരത്തിലാണ്, അദ്ദേഹത്തിന് അറിയില്ല നമസ്കാരത്തിൽ ആളുകളുടെ സംസാര ഭാഷ്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന കാര്യം മുആവിയ റളിയല്ലാഹുവിന് അറിയില്ല. ആളുകളൊക്കെ അദ്ദേഹത്തെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം വീണ്ടും നമസ്കാരത്തിൽ വീണ്ടും അദ്ദേഹം സംസാരിച്ചു. വാസക്കല ഉമ്മയ മാഷനുക്കും തൻളുറൂന ഇലൈ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, എല്ലാവരും എന്നെ തുറിച്ചു നോക്കുകയാണോ? മുആവിയ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിലാണ് ഇത്തരമൊരു വർത്തമാനം പറയുന്നത്. യർഹമുക്കല്ല കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ തുറിച്ചു നോക്കുന്ന മനുഷ്യരോട് മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹം നമസ്കാരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹാബാക്കളിൽ ചിലർ അവരുടെ കൈകൾ കൊണ്ട് തുടയിൽ ഇങ്ങനെ അടിച്ചു.
എന്ന് പറഞ്ഞാൽ മൗനം പാലിക്കാനുള്ള സൂചന എന്ന അർത്ഥത്തിൽ സഹാബാക്കൾ അവരുടെ തുടയിൽ കൈകൊണ്ട് ഇങ്ങനെ അടിച്ചു. അപ്പം അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, നിശബ്ദത പാലിക്കാനാണ് ആ പറയുന്നത് എന്ന്. മുആവിയ റളിയല്ലാഹു തആല ഒപ്പമുള്ള സഹാബാക്കളും നമസ്കാരം പൂർത്തീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആലയുടെ അടുക്കൽ ചേർന്ന് നിന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെയോ കുറച്ച് വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ആരും അത് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ സൗമ്യമായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയോട് പറഞ്ഞ വാക്ക് കേട്ടിട്ട് മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്, ഫബി അബി വ ഉമ്മി മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വല ബഅദഹു അഹ്സന തഅലീമൻ മിൻ. പ്രവാചകനേക്കാൾ സുന്ദരമായി കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒരധ്യാപകനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടേയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫവല്ലാഹി മാ ഖഹറനി, പ്രവാചകൻ എന്നെ ആട്ടിയകറ്റിയില്ല. വമാ ളറബനി, റസൂൽ എന്നെ അടിച്ചില്ല. വലാ ശതമനി, പുണ്യ റസൂൽ, കാരുണ്യത്തിൻ്റെ മകുടോദാഹരണം, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ റസൂൽ എന്നെ ചീത്ത വിളിക്കുക പോലും ചെയ്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായി എൻ്റെ ചെവിയിൽ പറഞ്ഞത് ഇതാണ്, ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്ലഹു ഫീഹാ ശൈഉം മിൻ കലാമിൻ നാസ്. ജനങ്ങളുടെ സംസാരം പോലെയുള്ളതൊന്നും നമസ്കാരത്തിൽ പാടില്ല മുആവിയ. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ. നമസ്കാരത്തിലുള്ളത് തസ്ബീഹും തക്ബീറും വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ചെവിയിൽ അന്ന് പ്രചോദനം നൽകിയത്, അന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ആ ഉപദേശം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു അധ്യാപകനെ കണ്ടിട്ടില്ല എന്ന് ആ മനുഷ്യൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. നമസ്കാരത്തിൽ നമ്മുടെയൊക്കെ പള്ളികളിൽ അറിയാതെ സംസാരിച്ചാൽ എന്തായിരിക്കും പുകിലും ബഹളവും. നമ്മുടെ പള്ളിയിലൊരു ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ സഫിൽ ചേർത്ത് നിർത്തി അവൻ നമസ്കാരം പരിശീലിക്കാൻ തുടങ്ങുന്നതേയുള്ളൂവെങ്കിൽ ആ കുട്ടി ഒച്ചത്തിലെങ്ങാനും ഒന്ന് ബഹളം വെച്ചാൽ നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥയും നമ്മുടെയൊക്കെ പ്രതികരണവും ഏത് തരത്തിലായിരിക്കും? ഒരു വിശ്വാസി റസൂലിനേക്കാൾ വലിയ ഉപദേശിയാവാൻ പാടില്ല. നാം ഉപദേശിക്കുന്ന വ്യക്തികളെ ഫറോവയേക്കാൾ മോശമാക്കാനും പാടില്ല എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഹാറൂനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഫറോവയുടെ അടുത്തേക്ക് അയക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഉപദേശിക്കുന്ന മനുഷ്യൻ അത് ഫറോവയാണെങ്കിൽ പോലും, ഉപദേശിക്കപ്പെടുന്ന മനുഷ്യൻ അത് ഫറോവയാണെങ്കിൽ പോലും എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ഏറ്റവും നല്ല പാഠമാണ് വിശുദ്ധമായ ഖുർആൻ നൽകുന്നത്. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ. ഫിർഔൻ ആര് എന്ന് പറഞ്ഞു, ഫിർഔൻ്റെ പ്രശ്നം എന്ത് എന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂനോടും അള്ളാഹു പറയുകയാണ്. ആരായിരുന്നു ഫറോവ എന്നുകൂടി മനസ്സിലാക്കണം. ഇന്നഹു തഗ, അവൻ അതിക്രമം കാണിച്ചിരിക്കുന്നു, അവൻ താഗൂത്തായിരുന്നു. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അവകാശങ്ങൾ സ്വയം ചാർത്തി നൽകി അള്ളാഹുവിനുള്ളതെല്ലാം എനിക്കും അവകാശപ്പെട്ടത് എന്ന് വാദിച്ച ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് മൂസ ഹാറൂൻ നിങ്ങൾ ഇരുവരും പോകുന്നത്. അന റബ്ബുക്കുമുൽ അഅല, ഞാൻ ഉന്നതനായ രക്ഷിതാവാണ്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാത്ത ഒരു റബ്ബിനെക്കുറിച്ചും നിങ്ങൾക്ക് ഞാനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ചും ഞാൻ അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ധിക്കാരപൂർവം പെരുമാറിയ ഫറോവയുടെ അടുത്തേക്കാണ് നിങ്ങൾ രണ്ടുപേരും പോകുന്നത്. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു നൽകുന്ന ഉപദേശം ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ മൃദുലമായി വളരെ സൗമ്യമായിട്ട് വേണം അവരോട് ഇടപെടാൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ ധിക്കാരിയായ, ചരിത്രത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ, സ്വേച്ഛാധിപതിയായ ഭരണാധികാരി, ആ ഭരണാധികാരിയോട് മൃദുലമായി സംസാരിക്കണമെന്ന്, വളരെ പോസിറ്റീവായ സ്വാധീനം അയാളിൽ ഉണ്ടാക്കണമെന്ന്, ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരുപക്ഷെ അയാൾക്ക് വീണ്ടും വിചാരമുണ്ടായാലോ മൂസ,
അതുകൊണ്ട് താങ്കളുടെ സംസാരം സൗമ്യമായിരിക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂനോടും അല്ലാഹു തആല നിർദ്ദേശിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ മനസ്സിലാക്കുന്നതും മുൻവിധിയോടുകൂടി വിലയിരുത്തുന്നതും ഈ ഫറോവയുടെയും അപ്പുറത്താണ് ഉപദേശിക്കപ്പെടുന്ന ആളുകളെ പലപ്പോഴും നമ്മൾ പ്രതിഷ്ഠിക്കാറുള്ളത്. ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദീനിനെ പരിചയപ്പെടുത്തുന്നിടത്തൊരു പദം പറയുന്നത് കാണാം. അദ്ദീനു അന്നസീഹ. മതമെന്നാൽ അത് തികഞ്ഞ ഗുണകാംക്ഷയിൽ അധിഷ്ഠിതമായിരിക്കണം, അതാണ് മതജീവിതമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ കൃത്യമായി അവിടുന്ന് നിർവചിക്കുന്നുണ്ട്. നമ്മുടെ ദീൻ അള്ളാഹുവിലേക്ക് അടുക്കുന്ന, നാളെ അള്ളാഹുവിൻ്റെ സ്വർഗം നേടുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് എന്ന അർത്ഥത്തിൽ വേണം മതപരമായ വിഷയങ്ങളിൽ ആളുകളെ കൈകാര്യം ചെയ്യാൻ, ഉപദേശിക്കാൻ എന്നിടത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവഹേളനമല്ല ദീൻ, ആക്ഷേപമല്ല ദീൻ, ശകാരവുമല്ല ദീൻ, മറിച്ച് സൗമ്യതയാണ് ദീൻ. ഇന്ന ഹാദ ദീന യുസ്റുൻ, ഈ മതം എളുപ്പമാണ്, ഈ മതജീവിതം ലളിതമാണ്. വലം യുഷാദ്ദ ഹാദ ദീനു അഹദുൻ ഇല്ലാ ഗലബഹു. ആരെങ്കിലും ദീനിനെ കർശനമായ രീതിയിൽ, ദീനിനെ വിഷമകരമാക്കി നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുവെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല, ആ ദീൻ ജനങ്ങളിൽ പ്രായോഗിക തലത്തിൽ വിജയിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പൂർവ്വസൂരികളായ ആളുകളെ നമ്മൾ നസീഹത്തിൻ്റെ വിഷയത്തിൽ, ഗുണകാംക്ഷയുടെ വിഷയത്തിൽ പൂർവ്വസൂരികളായ മഹത്തുക്കളെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. അവർ വളരെ രഹസ്യമായി മാത്രമായിരുന്നു ആളുകളെ അവർ ഉപദേശിച്ചിരുന്നത്. ആളുകളെ പൊതുവായി ഉപദേശിക്കുന്ന സന്ദർഭത്തിനും അപ്പുറത്ത് വ്യക്തിപരമായി ആളുകളെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അവരെ വളരെ സ്വകാര്യമായി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ട് വേണം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ. അവർ പറയുന്നുണ്ട്, മൻ വഅല അഖാഹു ഫീമാ ബൈനഹു വബൈനഹു ഫഹിയ നസീഹ. ഒരാൾ രഹസ്യമായി തൻ്റെ സഹോദരനെ ഉപദേശിക്കുന്നതിനാണ് നസീഹത്ത്, ഉപദേശമെന്ന് പറയുന്നത്. ഞാനിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജുമഅ ഖുത്ബ അത് വഅലാണ്, അത് ഉപദേശമാണ്, അത് വഅലാണ്. ഒരാളുടെ ചെവിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് രഹസ്യമായി ഉപദേശിക്കുന്നതിനാണ് നസീഹത്ത് എന്ന് പറയുന്നത്. വമൻ വഅലഹു അലാ റൂസിൻ നാസ് ഫഇന്നമാ വബ്ബഖഹു. ആരെങ്കിലും ഒരാളെ ജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി ഉപദേശിക്കുന്നുവെങ്കിൽ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്, അയാളെ നാണം കെടുത്തുകയാണ് ചെയ്തത് എന്ന് പൂർവ്വസൂരികൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. അൽ അസ്ലു ഫിൻ നസീഹത്തി അൽ ഇസ്റാർ. നസീഹത്തിൽ അടിസ്ഥാനപരമായി വേണ്ടത് അത് രഹസ്യമായി കൈമാറുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ, ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ മിമ്പറിൽ കയറി നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ ചൂണ്ടി നിന്നുകൊണ്ട് പരസ്യമായി അവിടുന്ന് അവഹേളിക്കാറുണ്ടായിരുന്നില്ല. പല മിമ്പറുകളിലും പല മസ്ജിദുകളിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാർ സമൂഹത്തിലുള്ള ആളുകളുടെ തെറ്റുകളെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മാബാലു അഖ്വാമിൻ, ചില ആളുകളുണ്ട് അവരുടെ അവസ്ഥ എന്താണ്, മാബാലു അഖ്വാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രീതിയിൽ ആരംഭിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ പ്രഭാഷണങ്ങൾ പോലും അവിടുന്ന് നടത്തിയിരുന്നത് എന്ന് കാണാൻ കഴിയും. വ്യക്തികളിലേക്കായിരുന്നില്ല മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിയിരുന്നത്, മറിച്ച് വ്യക്തികളിൽ നിന്നുണ്ടാവുന്ന തിന്മകളിലേക്കായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷാറകൾ, സൂചനകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അടുക്കൽ വന്നു. അലി റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഖലീഫ ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇടയിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ വന്ന് നിരന്തരമായി അലി റളിയല്ലാഹു തആലയെ ഉപദേശിക്കാൻ തുടങ്ങി. യാ അമീറൽ മുഅ്മിനീൻ ഇന്നക അഖ്തഅത ഫീ കദാ വകദാ വകദാ. അമീർ മുഅ്മിനീൻ, താങ്കൾ ഇന്ന വിഷയത്തിലെടുത്ത നിലപാട് ശരിയല്ല, താങ്കൾ തെറ്റ് ചെയ്തിരിക്കുന്നു. വഅൻസഹുക ലികദാ വകദാ,
ഇന്ന ഇന്ന കാര്യങ്ങൾ താങ്കളോട് ഞാൻ കൽപ്പിക്കുന്നു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് ഉടനടി പ്രതികരിച്ചു, ഇദാ നസഹ്തനി ഫൻസഹ്നി ബൈനി വ ബൈനക്. താങ്കൾ എൻ്റെ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനും താങ്കളും മാത്രമുള്ള ഇടത്ത് വെച്ച് താങ്കൾക്കതാകാമായിരുന്നു. ഫഇന്നി ലാ ആമുനു അലൈക്കും വലാ അലാ നഫ്സി ഹീന തൻസഹുനി അലനം ബൈനന്നാസ്. പക്ഷേ താങ്കൾ പരസ്യമായി എന്നെ ഉപദേശിക്കാൻ തുനിഞ്ഞാൽ എൻ്റെയും താങ്കളുടെയും ഇടയിൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് എനിക്കും അറിയില്ല, താങ്കൾക്കും അറിയില്ല. ഒരുപക്ഷെ ഞാൻ അപമാനിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ താങ്കൾ അഹങ്കാരിയായി മാറിയേക്കാം. അതുകൊണ്ട് താങ്കളത് രഹസ്യമായി ചെയ്യണമെന്ന് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം തൻ്റെ മുമ്പിൽ വന്ന ആ മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. അന്നസീഹത്തു അലൽ മലഇ ഫളീഹത്തുൻ. ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളെ, അത് ഗുണകാംക്ഷയോടുകൂടിയാണെങ്കിൽ പോലും അങ്ങനെ അയാൾ ഉപദേശിക്കൽ അതയാൾക്ക് അഭിമാനക്ഷതമാണ് സംഭവിക്കുക എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലി റളിയല്ലാഹു തആല അദ്ദേഹം സൂചിപ്പിച്ചത്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കവിതയുണ്ട്. തഅമ്മദനി ബിനുസ്ഹിക ഫിൻഫിറാദി വജന്നിബ്നി അന്നസീഹത ഫിൽ ജമാഅത്തി. താങ്കൾക്ക് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് വളരെ രഹസ്യമായി ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്നോട് പറയണം, എന്നെ തിരുത്തേണ്ടതുണ്ട് എങ്കിൽ. ഒരു സമൂഹ മധ്യത്തിൽ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഫഇന്ന നുസ്ഹ ബൈനന്നാസി നൗഉൻ മിനത് തൗബീഖി ലിഇസ്തിമാഇഹി. അത് ആക്ഷേപമാണ്. പരസ്യമായി ആളുകൾക്കിടയിലുള്ള ഉപദേശം അത് ആക്ഷേപമാണ്, അതെനിക്കിഷ്ടമല്ല എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അറബി ഭാഷയിൽ അന്നസീഹ, നസീഹത്ത് എന്ന പദം, അതിൻ്റെ ഉത്ഭവം നുസ്ഹ് എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. നുസ്ഹ് എന്നാൽ ശുദ്ധമായ, പ്രത്യേകിച്ച് ഒരു കലർപ്പുമില്ലാത്ത തേനിനാണ് നസീഹത്ത് എന്ന് പറയുക. ശുദ്ധമായ തേൻ ഇഷ്ടപ്പെടാത്തവർ ലോകത്താരുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നസീഹത്തുകൾ ശുദ്ധമായ തേൻ നിർഗളിക്കുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൈമാറുമായിരുന്നു എന്നാണ്. ജനങ്ങൾ ശുദ്ധമായ തേൻ സ്വീകരിക്കുന്നത് പോലെ നമ്മുടെ ഉപദേശങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന നിലയിലായിരിക്കണം നമ്മുടെ ഉപദേശങ്ങൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുറഞ്ഞ വാക്കുകളിൽ വളരെ രഹസ്യമായി കുറ്റപ്പെടുത്തുകളില്ലാതെ ജനങ്ങളെ അവരുടെ വീഴ്ചകളിൽ കൃത്യമായി തിരുത്തലുകൾ നൽകി അവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് ഞാൻ അഹങ്കാരിയാണ് എന്ന് തോന്നുന്ന വിധത്തിൽ മറ്റുള്ളവരെ കൈകാര്യം ചെയ്താൽ അത് ഗുണമല്ല ഉണ്ടാക്കുന്നത്, അത് തിന്മയാണ് ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടാറുണ്ട്, കാന യഖ്ഫലു റഅസഹു ലിനുസ്ഹിൻ നാസിഹീൻ. തല കുനിച്ച് നിന്നായിരുന്നു അദ്ദേഹം ആളുകൾക്ക് ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നത്. അത്ര മനോഹരമായിട്ടായിരുന്നു സലഫുകൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ പോലും ഈ ഉപദേശത്തിൽ നിന്ന് ഞാനും വിമോചിതനല്ല, ഞാനും അതിൽ ഉൾപ്പെട്ടവനാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചേർന്ന് നിന്നുകൊണ്ട് തലകുനിച്ചായിരുന്നു ആളുകളെ ഉപദേശിക്കാറുണ്ടായിരുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നിഅമർ റജുൽ ഖുറൈം അൽ അസ്ദി. എത്ര നല്ല മനുഷ്യനാണ് ഖുറൈം അൽ അസ്ദി. ലൗലാ തൂലു ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരി. ഖുറൈം അൽ അസ്ദി എന്ന സഹാബിയെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അദ്ദേഹം മുടി ധാരാളമായി വളർത്തുന്ന ആളായിരുന്നു. സ്ത്രീകളെപ്പോലെ മുടി ഇങ്ങനെ നീട്ടി വളർത്തുമായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ മുടി നീട്ടി വളർത്തുന്ന കുട്ടികളുണ്ട്. നമ്മളവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും നിരന്തരമായി അവരുടെ പിന്നാലെ നടന്നും നമ്മളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുടി വെട്ടാൻ വേണ്ടി നമ്മൾ വലിയ നിലയിൽ ഉപദേശിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുരുതരമായ ആ പ്രതിസന്ധി, ആ പ്രശ്നത്തെ റസൂൽ പരിഹരിക്കുന്നത് എത്ര രസകരമായിട്ടാണ് എന്ന് കാണാൻ കഴിയും. നിഅമർ റജുൽ ഖുറൈം അൽ അസ്ദി. ഖുറൈം അൽ അസ്ദി എത്ര നല്ല മനുഷ്യനാണ്
എത്ര കാണാൻ സുന്ദരനാണ്. ലൗലാ തൂലു ജുമ്മത്തിഹി വ ഇസ്ബാലു ഇസാരിഹി. മുടി ഒരൽപ്പം വെട്ടി, ആ പാൻറ് ധരിച്ചിരിക്കുന്ന വസ്ത്രം അല്പം മുകളിലേക്ക് കയറ്റി നല്ല സ്വസ്ഥനായി സുന്ദരനായി നടന്നാൽ ഹുറൈം എത്ര സുന്ദരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നുണ്ട്. നേരെ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മുടി ഒതുക്കുകയും വസ്ത്രം വളരെ മനോഹരമായി അദ്ദേഹം ധരിച്ചു വരികയും ചെയ്തു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ കഴിയും. പിന്നീട് ഒരിക്കൽ പോലും ആ തെറ്റ് ആവർത്തിക്കാത്ത വിധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുകയായിരുന്നു. നാസിഹും അമീനുമായി, ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഉപദേശകനായി, ഗുണകാംക്ഷകനായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മാറേണ്ടതുണ്ട്. നാം ഇടപെടുന്ന മേഖലകളിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ, വീടകങ്ങളിൽ, അടുക്കളയിൽ, നമ്മുടെ റൂമിൽ, നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, സഹപ്രവർത്തകർക്കിടയിൽ ഏറ്റവും നല്ല നാസിഹും അമീനുമായി, ഗുണകാംക്ഷയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഗുണകാംക്ഷയായി, ആളുകളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളായി നമുക്കും ഉപദേശിക്കാൻ കഴിയണം, ഉപദേശങ്ങൾ കൈമാറാൻ കഴിയണം. ശുദ്ധമായ തേൻ ആളുകൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പോലെ, നുകർന്നു കൊടുക്കുന്നത് പോലെ ശുദ്ധമായ വാക്കുകൾ, സംശുദ്ധമായ വർത്തമാനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നസീഹത്തിൻ്റെ വിഷയത്തിലുള്ള എല്ലാ മാതൃകകളെയും പിൻപറ്റിക്കൊണ്ട്, സലഫുസാലിഹുകളെ പിൻപറ്റിക്കൊണ്ട് നല്ല വർത്തമാനങ്ങൾ, നല്ല ഉപദേശങ്ങൾ ആളുകൾക്ക് കൈമാറാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എവർക്കും അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.